വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ വ്യക്തമാക്കി. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് തരൂർ നിലപാട് വ്യക്തമാക്കിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, പരിശ്രമിച്ചില്ലെങ്കിൽ മൂന്നാം പ്രാവശ്യവും കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ശശി തരൂർ പറയുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെയാണ് കോൺഗ്രസിന് ഒരു മുന്നറിയിപ്പ് ശശി തരൂർ നൽകുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും ശശി തരൂർ വലിയ കടുപ്പിച്ച രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു മാധ്യമത്തിന്, ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് തരൂരിനെ എതിരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പറയുമ്പോൾ തന്നെ കോൺഗ്രസിനെതിരെ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വേറെയും വഴികളുണ്ട് എന്നാണ് ശശി തരൂർ അറിയിച്ചിട്ടുള്ളത്. പരിശ്രമിച്ചില്ലെങ്കിൽ കോൺഗ്രസ് മൂന്നാം തവണയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് ശശി തരൂർ താക്കീത് നൽകുന്നുണ്ട്. ജനങ്ങളുടെ വലിയ പിന്തുണ തനിക്കുണ്ടെന്നും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വ ദാരിദ്ര്യമാണ് ഉള്ളതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, കോൺഗ്രസിൽ നിന്നും ശശി തരൂരിനെ പുറത്തു പോകേണ്ടി വന്നാൽ പോകുന്നതിൽ മടിയില്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ശശി തരൂർ മറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും ഈ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ഈ ശശി തരൂർ ഇക്കാര്യം. അതായത് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ജനങ്ങൾ ജയിപ്പിച്ചതിന്മേലുള്ളതാണ്, താൻ ഇനിയും പറയുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നേരത്തെയും പറഞ്ഞിരുന്നു, കോൺഗ്രസ് നേതൃത്വം എല്ലാം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പോലും തരൂർ നേരത്തെയും അറിയിച്ചിരുന്നു, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി വീണ്ടും താൻ വസ്തുത വെച്ച് എഴുതുമെന്ന് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് പറയുമെന്ന് തന്നെയാണ് ശശി തരൂർ ആവർത്തിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണ് ശശി തരൂർ എടുത്തിരിക്കുന്നതെന്ന് ഈ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാണ്. വിവാദപരമായ പല നിലപാടുകളും ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ളവർ പറയുന്നത് ഈ തരൂരിനെ തിരുത്താൻ തങ്ങൾ ആയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പുതിയ ഒരു അഭിമുഖവുമായി വന്നതിന് പിന്നാലെ ഈ നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് ശശി തരൂറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ശശി തരൂർ വളരെ കൃത്യമായി തന്നെ ഒരു വിശദീകരണം ഇതിൽ നൽകിയിരുന്നു. ഈ വിഷയത്തിൽ തന്നെ ഒരു കൃത്യമായ ധാരണ ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ വിമർശനങ്ങൾ ശശി തരൂർ എത്രത്തോളം നേരിടേണ്ടി വന്നാലും തന്റെ ഭാഗത്തു നിന്നുള്ള കാര്യം കൃത്യമായി പുറത്തു പറയുമെന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റ് വഴികളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ വിഷ്ണു ആണ് നൽകിയത്. വിഷ്ണു, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട്.